ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്നതായിട്ട്, അതായത് വായിച്ച് നോക്കാതെ ഏതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഡോക്യുമെൻ്റ് നിങ്ങൾ സൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റായ തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കുന്നതായിട്ട്, അതായത് തിടുക്കത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുന്നതായിട്ട് ആരെങ്കിലും എടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി, ഇല്ല എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആരുടെയെങ്കിലും ചതി നിങ്ങളുടെ മുന്നിൽ വരിക, ആരെങ്കിലും നിങ്ങളെ ചതിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അവെയറായിട്ടിരിക്കേണ്ടതാണ്. നിങ്ങളോട് ആരെങ്കിലും കള്ളം പറയുന്നതായിട്ടുള്ള ഒരു എനർജി, നിങ്ങളെ ചതിക്കുന്നതായിട്ടുള്ള ഒരു എനർജി, അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കാൻ പോകരുത്. കുറച്ച് അവെയറായിട്ടിരിക്കുക നിങ്ങൾ. ഇന്ന് എന്തായാലും ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് എന്ത് ഡിസിഷൻ ആയാലും നിങ്ങൾ ഇന്ന് എടുക്കേണ്ട. കാരണം ഇവിടെ അവെയറായിട്ടിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. തിടുക്കത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കും, പിന്നെ അത് നിങ്ങൾക്ക് തന്നെ ദോഷമാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടിട്ട് സഡനായിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു തെറ്റായ ഡിസിഷൻ എടുക്കരുത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോടെങ്കിലും ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും സന്തോഷമായിട്ടിരിക്കാമെന്ന്. പക്ഷേ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മൂഡ് മോശമാക്കുവാൻ വേണ്ടി എത്തും. നിങ്ങൾ അവരുമായിട്ട് ആർഗ്യുമെൻറ്റ് ചെയ്യും. മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ആവശ്യമില്ലാതെ വഴക്കിടാൻ വേണ്ടി ഓരോ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്നെ തേടി പിടിച്ച് വന്ന് വഴക്കുണ്ടാക്കാൻ വരുന്നല്ലോ, ഇവർ എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഇവരോട് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് പുറത്തു പോകരുത്. മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ആരോടൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ആ ദേഷ്യമെല്ലാം നിങ്ങൾ മറന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കുറിച്ച് വളരെ മോശമായിട്ട് ഗോസിപ്പ് മറ്റുള്ളവർ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്കതറിയാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കള്ളത്തരം മറ്റുള്ളവർ കണ്ടുപിടിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ കോണ്ടാക്റ്റിലാണ് ഉള്ളത് എങ്കിൽ ഇന്നത്തെ ദിവസം വളരെ പ്രശ്നമായിരിക്കും നിങ്ങൾക്ക്. കാരണം ബ്രേക്കപ്പ് പോലെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് അവെയറായിട്ടിരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് ഹീലിംഗ് പ്രോസസ്സിലേക്ക് വേണ്ടി നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അതായത് പൂജ ചെയ്യുക, മന്ത്രങ്ങൾ കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ ഹീലാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതാണ്. ഇന്ന് നല്ലൊരു ദിവസമാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾ നോക്കുക യൂട്യൂബിൽ. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി. ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ലക്കി ആയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലും വലിയൊരു കാര്യം ഇന്നത്തെ ദിവസം നടക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്ക് ആരോടെങ്കിലും റൂഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും റൂഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ അവെയറായിട്ടിരിക്കുക. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ പേഴ്സണിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം, ആക്ഷൻ എടുക്കണം, എനിക്കൊരിക്കലും എൻ്റെ പേഴ്സണിൽ നിന്ന് ദൂരെ പോകുവാൻ സാധിക്കുകയില്ല, അങ്ങനെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസം. ഇവിടെ സഡൻലി ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും വൈബ്രേഷൻ വരികയും അത് കാരണം ഇവർ നിങ്ങളുമായിട്ട് യുണൈറ്റഡ് ആവാൻ നോക്കുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാനുള്ള എനർജിയിലാണ് ഉള്ളത്. ഇപ്പോൾ അവരുടെ ഫോക്കസ് എല്ലാം ഈ ഒരു ബന്ധത്തിലാണ്. ഈ ഒരു ബന്ധത്തിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കൂടാതെ സെലിബ്രേഷനും നിങ്ങളുടെ കൂടെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ബർത്ത്ഡേ ആണ് എങ്കിൽ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു, അല്ല എങ്കിൽ പോലും നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അതിന് എന്തെങ്കിലും ഒരു റീസൺ ഇവർ ഉണ്ടാക്കും. നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ. ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ മൂഡ് വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവർ സ്വയം ഇവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യുന്നതാണ്. വളരെ പ്ലാൻ ചെയ്തായിരിക്കും ഇവരുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ പോസിറ്റീവാണ് ഇന്നത്തെ ദിവസം.
പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ടും ഫാമിലി ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പക്ഷേ ബാക്കി റൊമാൻറ്റിക് ലൈഫ് നോക്കുകയാണെങ്കിൽ ഇവരുടെ എനർജി വളരെ പോസിറ്റീവാണ്. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും വലിയ വിലപിടിപ്പുള്ള ഫോണോ അങ്ങനെ എന്തോ ഇവർക്ക് ആവശ്യമുള്ള എന്തോ സാധനം ഇന്നത്തെ ദിവസം ഇവർ വാങ്ങിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി. എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.